ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ, ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതോ. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഹല്ലേലൂയാം. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ, തിരക്തത്താൽ ഞങ്ങൾ കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ക്രിസ്തുവിൽ പ്രിയരേ, ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം നമ്മൾ വായിച്ചു വന്നതിൻ്റെ റോമാലേഖനത്തിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ 4-ാം അധ്യായം 13 മുതൽ 25 വരെ വാക്യങ്ങളിൽ നിന്നാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അപ്പോൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെയാണ് ഇന്നത്തെ ചിന്താവിഷയം. പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വചനവ്യാഖ്യാനമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പൂർവ്വപിതാവായ അബ്രാഹാമിനെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കുന്നത്. വാഗ്ദാനവും വിശ്വാസവും എന്നാണ്. വാഗ്ദാനം ദൈവത്തിൻ്റെ, വിശ്വാസം അബ്രാഹത്തിൻ്റെ. ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാകുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് ആ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നത്, അബ്രാഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങളിൽ നിന്നാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് അറിയുമോ? കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തുള്ള വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹാം പുറപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ വാഗ്ദാനം അബ്രാഹാമിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അബ്രാഹാമിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിൻ്റെ ദേശവും ബന്ധുക്കളും പിതൃഭവനവും അത് വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന നാട്ടിലേക്ക്, ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്നാണ് പറയുന്നത്. ഇവിടെയാണ് അബ്രാഹാമിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ അനുഭവം. നമ്മുടെയും ജീവിതത്തിൻ്റെ ആദ്യ അനുഭവം ഇതായിരിക്കണം. നാം ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും എളിയ
ഒരു എന്താ പറയണ സാക്ഷ്യമാണത്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമാണ്. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നു. വിശ്വാസത്തിൻ്റെ ആഴം എത്രയെന്ന് നമുക്കറിവില്ല. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ അനുസരണം അബ്രാഹാം നമുക്ക് കാണിച്ചു തരികയാണ്. അബ്രാഹാമിൻ്റെ അനുസരണമാണ് ഇവിടെ കാണുന്നത്. എന്താ, ദേശത്തെ, പിതൃദേശത്തെ, സ്വന്തക്കാര്, ബന്ധക്കാരെ എല്ലാം വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്നു. കൺമുമ്പിൽ കണ്ടിട്ടല്ല. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്, നമ്മൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ നാട് എനിക്ക് പറ്റില്ല, ഈ നാട്ടിലെ ഒരു ജീവിതം എനിക്ക് അത്ര സുഖം തരുന്നില്ല, എൻ്റെ ഭാവി അത്ര പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് കുറച്ച് ദൂരേട്ട് മാറി ഒരു സ്ഥലം എനിക്ക് തരണമേ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വീടും നാടൊക്കെ വിറ്റ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുവാൻ, നല്ലൊരു സ്ഥലം കാണിച്ചു തരണമേ എന്നൊക്കെ. പ്രത്യേകിച്ച് ഞാൻ ഈ കുടിയേറ്റ മേഖലകളിലൊക്കെ ഇങ്ങനെ ധ്യാനപ്രസംഗത്തിന് പോകുമ്പോൾ അവിടെ ഓരോ ഇടവകയിലൊക്കെ ചെന്ന് 4-5 ദിവസം താമസിച്ച് അവിടെ ധ്യാനമൊക്കെ നടത്തുന്ന അവസരങ്ങളിൽ അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പണ്ട് തെക്ക് നാട്ടിൽ നിന്ന് കുടിയേറി വന്നവരാണ്, ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്, ദൈവത്തോട് ഓരോ നിമിഷവും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താലാണ് ഇന്ന് ഞങ്ങൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാണാത്തൊരു സ്ഥലത്തേക്കല്ല അവർ വന്നിരിക്കുന്നത്. അവർക്ക് ആരെങ്കിലും പരിചയക്കാർ മുൻപിൽ അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അവരുടെ സ്വന്തക്കാരെങ്കിലും മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നിരിക്കാം. അവരവിടെ ചെന്ന് സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് കൃഷികളൊക്കെ ആരംഭിച്ചതിന് ശേഷമാണ് നാട്ടിൽ വരുമ്പോൾ പറയുന്നത്, ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നത്, കുറച്ച് കഷ്ടപ്പെട്ടാൽ നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോകുന്നവരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ മുമ്പേ പോയിട്ടുള്ള ഒരാളവിടെ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ പോയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ മുമ്പേ പോയിട്ടുള്ളവരുടെ പരിചയത്തിലാണ് അവർ വരുന്നത്. എന്നാലും അവർ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പിതൃദേശത്തെയും സ്വന്തപ്പെട്ടവർ എല്ലാം വിടുക എന്ന് പറയുമ്പോൾ ഒരു ചെന്ന് ചേരേണ്ട സ്ഥലം കാണിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടിയേറ്റ മേഖലയിലുള്ള ആളുകൾ പറയുന്നു, സ്വന്തം വീട് വിട്ട്, പിതൃദേശം വിട്ട്, അപ്പനെയും അമ്മയെയും ഒക്കെ വിട്ടിട്ട്, മക്കളെ വിട്ടിട്ട്, സഹോദരങ്ങളെയൊക്കെ വിട്ടിട്ട് ഈ അന്യനാട്ടിലേക്ക്, വയനാട്ടിലേക്കോ കണ്ണൂർ ജില്ലയിലേക്കോ കാസർഗോഡ് ജില്ലയിലേക്കോ ഒക്കെ കുടിയേറിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് പിന്നെ കർണാടക സംസ്ഥാനത്തിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകളുണ്ട്. പണ്ട് ഒരു 50-60 വർഷം മുമ്പൊക്കെ ഭയങ്കര കുടിയേറ്റ മേഖലകളാണിതെല്ലാം. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനവിടെ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത്, ഒരു വലിയ വേർപെടലിൻ്റെ ഒരു ഭയങ്കര എന്താ പറയുന്നത്, സഹിക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു എന്ന്. സഹിക്കാൻ പറ്റാത്ത അനുഭവം. മുന്നോട്ടുള്ള യാത്രയിൽ എന്താ എന്ന ഒരു ചോദ്യം തന്നെ നിൽക്കുന്നു. സ്ഥലം കണ്ടിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ് പാർക്കുന്നത്, എല്ലാം ശരിയാണ്. പക്ഷേ ആ യാത്ര പുറപ്പെടുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടത്തിൻ്റെ അനുഭവത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ മക്കൾ വിദേശത്തേക്ക് യാത്ര പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളൊക്കെ ഉൾപ്പെടുന്ന മക്കളുടെ കുടുംബം യാത്ര പുറപ്പെടുമ്പോൾ ഭയങ്കരമായ സങ്കടമാണ്. പ്രത്യേകിച്ച് കൊച്ചുമക്കളെ വളർത്തിയിട്ടുള്ള അമ്മയപ്പന്മാർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഒരു യാത്ര എന്ന് പറയുന്നത് ഇത്രയും സങ്കടം നൽകുന്നുണ്ടെങ്കിൽ കൺമുമ്പിൽ ഒന്നും കാണാനില്ലാത്തൊരു യാത്രയുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് പരിശോധിക്കണം പ്രിയമുള്ളവരെ. കൺമുമ്പിലൊന്നും കാണാനില്ല. അതാണ് വിശ്വാസമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. കൺമുമ്പിലൊന്നും കാണാനില്ല, പക്ഷെ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ ചതിക്കില്ല, അവൻ എന്നെ തെറ്റിക്കില്ല. ഈ വിശ്വാസത്താൽ യാത്ര ചെയ്യാൻ കഴിയുമോ? ഈ വിശ്വാസത്താൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ അത് നമുക്ക് അനുഗ്രഹമായി മാറുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചിന്ത,
നമ്മളെ ദൈവം വിളിക്കുന്നത് ഈ ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെ നമ്മൾക്ക് എന്താ പറയുന്നത്, സഹനത്തിൻ്റെ വഴികളിലൂടെ കൺമുമ്പിലൊന്നും കാണുന്നില്ലെങ്കിലും പ്രത്യാശയാൽ ഉണ്ട് എന്നുള്ള ബോധ്യത്താൽ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അതാണ് നമ്മുടെ നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ യാത്ര പുറപ്പെട്ട അബ്രഹാമിന് കൺമുമ്പിൽ ഒന്നുമില്ല. നമ്മൾ റോമലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും വായിക്കുകയാണെന്ന്, എന്താ, മക്കളുണ്ടാകുമെന്നുള്ള വാഗ്ദാനം ലഭിച്ചപ്പോൾ അബ്രഹാമിനും സാറായ്ക്കും ഉൽപ്പാദന ശക്തി നഷ്ടപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. കണ്ടോ, ഒന്ന് അവർ അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിലെ മക്കളോ അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കാനോ ആരുമില്ല. അയ്യോ, മക്കളില്ലാത്ത ദമ്പതികളൊക്കെ ഈ ഭാഗം വായിച്ചിട്ടൊന്ന് ധൈര്യപ്പെടാൻ പറ്റുമെന്നൊന്ന് പരിശ്രമിച്ചു നോക്കണം. മക്കളില്ലാത്ത, കല്യാണം കഴിച്ചിട്ട് 4 വർഷം 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷം എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടും 50 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ നിരാശപ്പെട്ടിരിക്കുന്ന, വേദനിക്കുന്ന ദമ്പതിമാർ ഇങ്ങനെയൊരു എന്താ പറയുന്ന അബ്രഹാമിൻ്റെ വിശ്വാസം ക്രിസ്തുവിലേക്ക് ദൈവം പകർത്തി തന്നപ്പോൾ ഈ ക്രിസ്തുവിൽ ആ വിശ്വാസം പിന്തുടരുവാൻ പറ്റുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വിശ്വാസം എന്ന് പറയുന്നത് ചുമ്മാ പള്ളിയിൽ പോയി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരുന്നു കുറച്ച് നേർച്ചകൾ ദൈവത്തിന് നേർന്നു, അതിന് പകരം അനുഗ്രഹമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു, ആ അനുഗ്രഹം കിട്ടിയതിന് അതിൻ്റെ പ്രതിഫലം ദൈവത്തിന് കൊടുത്തു. ഇത് മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് അതതിൻ്റെ ആഴത്തിൽ പോകുമ്പോൾ ശൂന്യമാണ്, ശൂന്യം. മക്കളുണ്ടാകുമെന്നുള്ള, ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 17-ാമത്തെ വാക്യം പറയുകയാണ്. പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസം ദുർബലമാകുന്നത് എവിടെയാണെന്ന് പരിശോധിക്കണം. വിശ്വാസത്തിൻ്റെ ബലം കുറയുന്നത് എവിടെയാണ്? ഭൗതികമായ നേട്ടങ്ങൾ കിട്ടാതെ വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം കുറയും, നമ്മുടെ വിശ്വാസത്തിന് ബലക്ഷയമുണ്ടാകും. അപ്പോൾ നമ്മുടെ വിശ്വാസമെല്ലാം എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭൗതിക നന്മയിലാണ്. അതുകൊണ്ട് ഭൗതിക നന്മയുടെ സാക്ഷ്യങ്ങളാണ് കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ഭൗതിക നന്മയുടെ സാക്ഷ്യങ്ങൾ പ്രചരിപ്പിച്ച് മനുഷ്യൻ വിശ്വാസത്തിൽ കുറവ് വന്നു പോവുകയാണ്. അബ്രഹത്തിന് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു. വെറുതെ ഒരു പൊട്ടനായിട്ടുള്ള യാത്രയല്ല. 100 വയസ്സായ തൻ്റെ ശരീരം മരിക്കാറായിരിക്കുന്നു. സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് പ്രിയമുള്ളവരെ വിശ്വാസം. മക്കളുണ്ടാകുമെന്നുള്ള വാഗ്ദാനം ലഭിച്ചപ്പോൾ അബ്രഹാമിന് സാറായ്ക്കും ഉൽപ്പാദന ശക്തി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ വാഗ്ദാനം നൽകിയ ദൈവത്തിന് നിർജീവമായവയെ ജീവിപ്പിക്കുന്നതിനും അകലെയുള്ളതിനെ എന്ന പോലെ എങ്ങുമില്ലാത്തവയെ വിളിച്ചു വരുത്തുന്നതിനും കഴിവുണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം
തൻ്റെ ഭക്തർക്ക് ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യനും മനസ്സിൽ നിരൂപിച്ചിട്ടില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ നാമോ ഇതെല്ലാം അറിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തെ വചനം ദൈവത്തിൻ്റെ ഒരു മനുഷ്യന് കൊടുക്കേണ്ട അനുഗ്രഹങ്ങൾ, ഒരു മനുഷ്യന് ദൈവം കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ യാതൊരു കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടിട്ടില്ല, മനസ്സിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. എന്നാൽ നാമോ ഇതൊക്കെയും അറിയുന്നു. എങ്ങനെ അറിയുന്നു? വിശ്വാസത്താൽ അറിയുന്നു. എനിക്ക് തരും, എനിക്ക് ലഭിക്കും എന്ന വിശ്വാസം. ഒരു പാട്ട് ഇങ്ങനെ പാടുന്നു, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇസ്രായേൽക്കാർക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ല. ഇസ്രായേൽക്കാർ ചെങ്കടലിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർ പെരുപെറുക്കുകയാണ് ചെയ്തത്. മുമ്പിൽ ചെങ്കടൽ, പുറവിൽ ഫറവോൻ്റെ സൈന്യം. ഞങ്ങളിവിടെ വെച്ച് നശിപ്പിക്കാനാണോ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ഭക്തൻ പറയുകയാണ്, എൻ്റെ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നത് ഞാൻ കാണുന്നു. എങ്ങനെ? വിശ്വാസത്താൽ കാണുന്നു. എത്രമാത്രം ആഴമുണ്ടാകും ആ ഭക്തൻ്റെ വാക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്? ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇസ്രായേൽ ജനം ആ ചെങ്കടൽ രണ്ടായി പിളരുന്ന കരയിലൂടെ ഞങ്ങൾ നടന്നു പോകുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. പിന്നെ ഈ ഭക്തൻ എന്തുകൊണ്ട് ഇങ്ങനെ പാടി? ഞാൻ കാണുന്നു വിശ്വാസത്താൽ എൻ്റെ മുമ്പിൽ ഒരു ചെങ്കടൽ വന്നാൽ, ഒരു മതിൽ വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ. ചെങ്കടൽ മീൻസ് അതിനെ അർത്ഥമാക്കുന്നതാണല്ലോ ഒരു പ്രതിസന്ധി. ഞാൻ മരണത്തിനും സാത്താനും ഇടയിലായിപ്പോയാൽ എൻ്റെ അവസ്ഥ എന്താണ്? ഞാനത് കാണുന്നു, അത് മാറിപ്പോകുന്നതായിട്ട്. മോശ പറഞ്ഞതിൻ്റെ പേരിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേൽ ജനമാണോ നമ്മളെന്ന് പരിശോധിക്കണം. നമ്മുടെ മുമ്പിൽ ചെങ്കടൽ പോലെയുള്ള ഒരു പ്രശ്നം വന്നു നിന്നാൽ, മരണാവസ്ഥയിലേക്ക് എത്തുന്ന, കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പരിശോധന വന്നാൽ നമ്മുടെ വിശ്വാസം എവിടെയാണ്? മാറിപ്പോകും ദൈവത്താൽ എന്ന് അവസാനം വരെ വിശ്വസിക്കുന്ന വിശ്വാസമാണോ? ആ വിശ്വാസം ക്രിസ്തുവിലൂടെ ഈ ഭക്തന്, ഈ പാട്ട് പാടിയ ഭക്തന്, ഈ പാട്ട് എഴുതിയ ഭക്തന് കാണാൻ കഴിഞ്ഞുവെങ്കിൽ ആ പാട്ട് ഏറ്റുപാടുന്നത് നമുക്കും കാണാൻ കഴിയണ്ടേ പ്രിയമുള്ളവരെ? അതുകൊണ്ട് നിർജീവമായവയെ ജീവിപ്പിക്കുന്നതിനും അകലെയുള്ളതിന് എന്ന പോലെ എങ്ങുമില്ലാത്തവയെ വിളിച്ചു വരുത്തുന്നതിനും കഴിവുണ്ടായിരുന്നു ദൈവത്തിനെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചതിനാൽ തൻ്റെ ദാസനുള്ള വാഗ്ദാനം ദൈവം നിറവേറ്റി. വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ ദൈവസന്നിധിയിൽ പിതാവായി തീർന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ ദൈവസന്നിധിയിൽ പിതാവായി തീർന്നു. അബ്രഹാം അപ്പോഴും എല്ലാ കാര്യത്തിലും നിരാശാപൂർണനാണ്. ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ പറയുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു അവകാശിയില്ലല്ലോ. എൻ്റെ വീട്ടിലെ ദാസനായ ഏലിയാസാറാണല്ലോ എൻ്റെ സ്വത്തിൻ്റെ അവകാശി എന്ന് പറയുന്നു. അപ്പോൾ ദൈവം അവന് ഒരു മകനെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിശ്വാസ സത്യങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം, അറിയണം. തീരുമാനിച്ചാൽ പോരാ, അറിഞ്ഞ് നമ്മൾ എന്താ പറയുന്നത്, കുറച്ചും കൂടി ആഴപ്പെടാനുണ്ട്. വചനം ഇങ്ങനെ ഈ എന്താ പറയുന്നത്, തൊലിപ്പുറത്തു കൂടെ പോകുന്ന സംഭവമല്ല. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അത് തൊലി പൊട്ടിച്ച് മാംസത്തെ തുളച്ച്, അസ്ഥിയെ തുളച്ച്, മജ്ജയ്ക്കകത്ത് കയറി അതിനകത്തുള്ള കാര്യങ്ങളെ പരിശോധിക്കുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വികാര വിചാരങ്ങളെ തിരിച്ചറിയുന്ന ആളാണ്. അതുകൊണ്ട് വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ വ്യക്തമായി നിന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. നമ്മളുടെ
കഴിവുകളുടെ പരിമിതിക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നാം ആദ്യം കാണുവാനിടയാകുമ്പോൾ അസാധ്യതകൾ ഒന്നുമില്ല എന്ന് അന്നേരം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്ത് നമ്മൾ വിശ്വാസത്താൽ ദൈവത്തിൽ ചേരുകയല്ല, വിശ്വാസം ഓരോ സമയത്തും വർദ്ധിപ്പിച്ച് ദൈവം നമ്മളെ നയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാം വിശ്വാസത്തിൽ വളരെയധികം പോരായ്മകളുണ്ട്. എനിക്കതെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ശുശ്രൂഷകൾ ആരംഭിച്ചതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. എൻ്റെ നവീകരണ കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ 5 വർഷം ഞാൻ ധരിച്ചു വച്ചത് വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും വിശ്വസിക്കുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരാൻ അവൻ മതിയായവനാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. ആ ദൈവത്തെ, ആ പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ ആരംഭിച്ചു. എൻ്റെ ഭൗതികമായ നന്മകളിൽ നേട്ടമുണ്ടായി, സാമ്പത്തിക വളർച്ച, കുടുംബസമാധാനം, ഇതെല്ലാം ഇങ്ങനെ വളരുമ്പോൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തണ്ട എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണ്? എനിക്ക് അസാധ്യമായ എൻ്റെ ജീവിതത്തിൻ്റെ 28 വയസ്സ് വരെ ഞാൻ അധ്വാനിച്ചിട്ട് ലഭിക്കാത്ത സന്തോഷ സൗഭാഗ്യങ്ങൾ 33-ാമത്തെ വയസ്സിലെത്തിയപ്പോൾ 28, 5, 33, 5 വർഷം കൊണ്ട് എനിക്ക് ദൈവം നൽകി എന്നുള്ളതാണ്. അതാണ് ആ അനുഗ്രഹങ്ങളാണ് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് കാരണമായി തീർന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ദൈവത്തോട് നമ്മൾ അടുക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. അത് വിശ്വാസത്തിൻ്റെ തലത്തിലല്ല. അത് പാപിക്കും ദൈവം കൊടുക്കുന്നു, അവിശ്വാസിക്ക് കൊടുക്കുന്നു. വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. മറിച്ച് വിശ്വാസം എപ്പോഴും ദൈവത്തോട് ഒന്നായിത്തീർന്ന് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ ദൈവിക പ്രവൃത്തിയിൽ നമ്മൾ ചേരുമ്പോഴാണ്. എൻ്റെ 28 കഴിഞ്ഞിട്ട് 33-ാമത്തെ വയസ്സിലാണ് ഞാൻ ഇങ്ങനൊരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ തെരുവിൽ അലയുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ആ തെരുവിൽ അലയുന്ന ആളുകളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനൊക്കെ കഴിയുന്നില്ല. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഐസൊലേഷൻ വാർഡിൽ ഒരു അപ്പച്ചനെ കുളിപ്പിക്കാനായിട്ട് എടുക്കുന്നു. അപ്പച്ചനാണ് ഈ മലമൂത്ര വിസർജനത്തിൽ ഒരു 3-4 ദിവസമായിട്ട് കിടക്കുന്നയാളാണ്. ഒരു അനാഥനായ ഒരു രോഗിയാണ്. ആക്സിഡൻറ്റിൽപ്പെട്ട് തെരുവിൽ കിടന്ന് പോലീസുകാർ കൊണ്ടുവന്ന് ഐസൊലേഷൻ വാർഡിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ആ രോഗി മലമൂത്രത്തിൽ കിടക്കുകയാണ്. ഞങ്ങളവിടെ ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ഈ അപ്പച്ചനെ ഒന്ന് കുളിപ്പിക്കണമെന്ന് തോന്നി. ഈ കട്ടിൽ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഞങ്ങൾ 2 പേര് കൂടി ഈ അപ്പച്ചനെ എടുക്കുമ്പോൾ എടുത്തോടുത്ത് തന്നെ വെച്ചു. അതിന് മാത്രം സഹിക്കാൻ പറ്റാത്ത വൃത്തികെട്ട മണമായിരുന്നു മലത്തിൻ്റെ മൂത്രത്തിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, എൻ്റെ ദൈവമേ, എനിക്കിത് അസാധ്യമാണ്. ഈ അപ്പച്ചനെ എടുത്ത് കഴുകി വൃത്തിയാക്കുക എന്നുള്ളത് എനിക്ക് അസാധ്യമാണ്. എന്നാൽ നിനക്ക് സാധ്യമാണ്. നീ കുഷ്ഠരോഗിയെ തൊട്ടു. നീ ആണെങ്കിൽ ഇത് എത്രയോ നേരത്തെ ചെയ്യുമായിരുന്നു. എനിക്കിത് അസാധ്യമാണ്. ഞാനും മറ്റേ എൻ്റെ സഹപ്രവർത്തനായ സഹോദരനും കൂടി മാറി നിന്നിട്ട് 1 സെക്കൻഡ് 2 സെക്കൻഡ് സ്തുതിച്ചു ദൈവത്തെ, ശക്തി തരണമേ എന്ന് പറഞ്ഞു. ആ ശക്തി നമ്മളിലേക്ക് പ്രവഹിച്ചപ്പോൾ ആ അപ്പച്ചനെ വൃത്തിയായി കുളിപ്പിക്കുവാനും ഉണങ്ങിപ്പിടിച്ച മലം, ബെഡേൽ ഉണങ്ങിപ്പിടിച്ച മലം ബ്രഷൊന്നും ഉപയോഗിക്കാതെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ടൊക്കെ തറയിലിട്ട് തേച്ചൊരച്ച് കട്ടിപിടിച്ച ഉണങ്ങിയ മലമെല്ലാം തേച്ചൊരച്ച് കളഞ്ഞിട്ട് വീണ്ടും അതെല്ലാം കൈകൊണ്ട് എടുത്തിട്ട് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി കൊടുത്തു. എൻ്റെ ആ പ്രിയ സുഹൃത്ത് പിന്നീട് ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ ഭാഗം അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ സാധ്യമാക്കി തരുന്നവൻ. ഒരു മനുഷ്യനെ കുളിപ്പിക്കാൻ പറ്റുന്നില്ല, ഒരു മനുഷ്യനെ വൃത്തിയാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അതിൽ തോറ്റാൽ അതാ വിളിയുടെ തോൽവിയാണ്.
ആ വിളിയിൽ പൂർണ്ണത പ്രാപിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ ചിന്ത പോയത്. ദൈവമേ, എനിക്ക് ഈ അപ്പച്ചനെ കുളിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വിളി അങ്ങനെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അർത്ഥമാക്കുന്നത് ദരിദ്രരെ ശുശ്രൂഷിക്കാൻ എന്നെ വിളിച്ചിട്ട് ഈ അപ്പച്ചനെ കുളിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ എൻ്റെ വിളിയിൽ ഞാൻ പരാജയപ്പെട്ടു എന്നാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് എനിക്കതിനുള്ള ശക്തി തന്നു. അതാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയുള്ള സാധ്യതകളിലല്ല വിശ്വാസം വർദ്ധിക്കേണ്ടത്. ഞാൻ അവരന് കൊടുക്കുന്ന അനുഗ്രഹം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ആ അപ്പച്ചനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ആ അപ്പച്ചൻ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടാകും. ആ അപ്പച്ചനെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ദൈവവിളിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ആളുകളെ, മനുഷ്യരെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ശുശ്രൂഷകരാകുക എന്നുള്ളതാണ്. മനുഷ്യനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ശുശ്രൂഷകരായി തീർന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ദൈവമാണ് നയിക്കുന്നത് വിശ്വാസത്തിൽ. നമ്മുടെ വിശ്വാസം കൊണ്ടല്ല, നമ്മളെ വിശ്വാസത്തിൽ ദൈവം നയിക്കുന്നു. അപ്പോൾ ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ വിശ്വാസം. ഓരോ അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 31 വയസ്സ് തുടങ്ങി ഇപ്പോൾ നിൽക്കുന്ന ഈ 61 വയസ്സിലേക്ക് വരുമ്പോൾ ഈ 28 കൊല്ലത്തെ വിശ്വാസമെന്ന് പറയുന്നത് ശൂന്യതയിലെല്ലാം തരുന്ന ദൈവത്തെയാണ്, ശൂന്യതയിലെല്ലാം കാണുന്ന ദൈവത്തിന്. അങ്ങ് അകലെ ഉണ്ടെന്നുള്ള കാര്യം, എൻ്റെ കൺമുമ്പിൽ കാണാത്ത കാര്യം ദൈവം എനിക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ഈ ശുശ്രൂഷ ഇത്രയും കാലം വളർത്തിയത്. എത്രയോ ആളുകൾ ഇതിനെ ഒന്ന് ഉറ്റുനോക്കിയിട്ടുണ്ടാകും, ഇതൊക്കെ അധികം കാലമൊന്നും പോകില്ലെന്ന്, ഇതൊക്കെ പറ്റിപ്പം തട്ടിപ്പല്ലേ, കുറേ കഴിയുമ്പോൾ നിർത്തുമെന്ന്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഈ ശുശ്രൂഷയുടെ പിന്നിൽ ധാരാളം ആളുകൾ അണിചേർന്നു. ഒരു വ്യക്തി എന്നത് മാറി ഒരു സഭയായി. ഇന്ന് യാക്കോബായ സുറിയാനി സഭയുടെ ഒരു അഭിമാനമുള്ള ഒരു ശുശ്രൂഷയാണിത്. ആ വിശ്വാസത്താൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. എൻ്റെ വീട്ടിൽ ആ ശുശ്രൂഷ തുടങ്ങുന്ന കാലത്ത് കായ്ക്കുന്ന ജാതി 10 ഉണ്ടായിരുന്നു. അടക്കാമരം കായ്ക്കുന്നത് 53 ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞു സ്ഥലത്ത് കായ്ക്കുന്ന തെങ്ങുകളുണ്ടായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞു. എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഓല കൊണ്ട് തറ മണ്ണിട്ട് പൊക്കി, ഓല കൊണ്ട് ഷെഡുണ്ടാക്കി വഴിയിൽ കാണുന്ന മുഴുവൻ ആളുകളെയും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോരും, അങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇന്ന് എൻ്റെ സ്ഥലത്ത് ഒരു കാക്കയ്ക്കിരിക്കാൻ തണലില്ല, ഒറ്റ മരമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥലം മുഴുവൻ കെട്ടിടമായി, പാർപ്പിടമായി. ഭാവിയിലേക്ക് കരുതി വച്ചിരുന്ന സമ്പത്തിൻ്റെ കാര്യങ്ങളാണിതെല്ലാം. ജാതി, അടക്കാമരം, തെങ്ങ് എല്ലാം. അതെല്ലാം നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതിനുള്ള കൃപ ദൈവം തരികയാണ് ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്താൽ നമുക്ക് പലതും നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമേ വിശ്വാസം വർദ്ധിക്കുന്നുള്ളൂ. അപ്പം ഭൗതിക നന്മകളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ളതല്ല വിശ്വാസം. അതൊരു എന്താ പറയുന്നത്, ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ്സൊക്കെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അത് പാസ് മാർക്കാണ്. കടന്നോ പാസ്സായോ ഇല്ലയോ എന്ന് പറയുന്നത് 10ലേക്ക് വരുമ്പോഴാണ്. പത്താം ക്ലാസ്സിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോല് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ്. ഈ വളർച്ചയിൽ അബ്രഹാം നമുക്ക് നല്ലൊരു മാതൃക തരുന്നു. ആ മാതൃക ക്രിസ്തുവിലേക്ക് വരികയാണ്.
നിർജീവമായ അവസ്ഥയിൽ ജീവനെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചതുപോലെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവനായ അതേ ദൈവത്തിൽ തന്നെ നാമും വിശ്വസിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം, അത് അസാധ്യമാണ്. മരിച്ച ഒരാളെ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ആ ദൈവത്തിൽ ക്രിസ്തുവിലൂടെ നമ്മൾ വിശ്വസിക്കുകയാണ്. ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമ്മളുടെയും മരണപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നമ്മളെ എഴുന്നേൽപ്പിക്കുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്താൽ നമുക്കൊരുപാട് നന്മകൾ, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. കയ്യിലൊന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ ചെയ്യാനായിട്ട് കഴിയും. ദൈവം നിങ്ങളതിനെല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ നിർത്തുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട വാക്കുകൾക്കനുസരിച്ച് വിശ്വാസത്തിൽ വളരുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ മാരാനാത്ത റിട്രീറ്റിൻ്റെ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്ന ഇന്ന് ഈ വിശ്വാസത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് കർത്താവേ, നിൻ്റെ കൃപ ധാരാളമായി വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയിലാണോ അവരായിരിക്കുന്നത്, ഏത് ദുർഘടത്തിലാണോ അവർ ചെന്നപ്പെട്ടിരിക്കുന്നത്, അതിൽ നിന്നെല്ലാം അവരെ വിടുവിപ്പിക്കുവാനും അബ്രാഹത്തെ വിളിച്ചതുപോലെ വേർതിരിച്ചതുപോലെ നിൻ്റെ വേലയ്ക്കായി അവരെ വേർതിരിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാം ദൈവമാണല്ലോ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും അങ്ങയിലാണല്ലോ അടങ്ങിയിരിക്കുന്നത്. നാഥ, അവിടുന്ന് ഞങ്ങൾക്ക് ദൈവമാണല്ലോ നൽകിയിരിക്കുന്നത്. അബ്രാഹാം വിശ്വസിച്ചു, അതുപോലെ ഞങ്ങളും വിശ്വസിക്കുവാൻ ക്രിസ്തു യേശുവിലൂടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് എല്ലാം നൽകുമെന്നും ഞങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുമെന്നും വിശ്വാസത്തിൻ്റെ പൂർണ്ണത ഞങ്ങളും കൈവരിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസം ഒരു ദിവ്യ അനുഭൂതിയല്ല. വിശ്വാസം കർത്താവേ ഒരു ഉറപ്പാണ് എന്നുള്ള തിരിച്ചറിവ്. വിശ്വാസത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഏതിടപെടലുണ്ടായാലും അതെല്ലാം ഞങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണമാക്കുവാനായിട്ട് കഴിയുമെന്നുള്ള ഉറപ്പ്. ഞങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ഏത് കാര്യങ്ങളിൽ ഞങ്ങളായിത്തീർന്നാലും ആ ശോധനയുടെ ശേഷം കിരീടം പ്രാപിക്കുമെന്നുള്ള, ആ വിജയകിരീടം പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് വിശ്വാസത്താൽ ഞങ്ങൾക്ക് നൽകണമേ. പാട്ടുകാരനെ പോലെ ഞങ്ങളും പാടുന്നു, വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഹാലേലുയ, ഹാലേലുയ. ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി. ഈ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി യാഗമായി തീർന്ന പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങൾ ഞങ്ങൾ നിറയ്ക്കണമേ. സകലവും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. പിതാവേ, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.